ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 27-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ബാബിലോണിന്റെ മുഖം. യൂദ രാജാവായ ജോസിയായുടെ പുത്രൻ സെദെക്കിയായുടെ ഭരണത്തിന്റെ ആദ്യകാലത്ത് ജെറമ്യായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നുകവും കയറും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വെക്കുക. ജെറുസലേമിൽ യൂദ രാജാവായ സെദെക്കിയായുടെ അടുക്കൽ വരുന്ന ദൂതന്മാർ വശം ഏദോം, മോവാബ്, അമ്മോൻ, ടൈർ, സീദോൻ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർക്ക് ഈ സന്ദേശം അയക്കുക. തങ്ങളുടെ യജമാനന്മാരെ അറിയിക്കാൻ അവരോട് പറയണം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തമായ കരം നീട്ടി ഭൂമിയെയും അതിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചത് ഞാനാണ്. എനിക്ക് ഉചിതമെന്ന് തോന്നുന്നത് ഞാൻ അത് ചെയ്യും. ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നബൂഖദ്നേസറിന്റെ കരങ്ങളിൽ ഞാൻ ഈ ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അവനെ സേവിക്കാൻ വയലിലെ മൃഗങ്ങളെയും ഞാൻ കൊടുത്തിരിക്കുന്നു. സകല ജനതകളും അവനെയും അവന്റെ പുത്രനെയും പൗത്രനെയും അവന്റെ രാജ്യത്തിന്റെ ഭരണം പൂർത്തിയാകുന്നതുവരെ സേവിക്കും. അതിനുശേഷം അനേക ജനതകളും മഹാരാജാക്കന്മാരും അവനെ തങ്ങളുടെ സേവകനാക്കും. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിനെ സേവിക്കുകയോ അവന്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുക്കുകയോ ചെയ്യാത്ത ജനതയെയും രാജ്യത്തെയും അവൻ കൈകൊണ്ട് നിശേഷം നശിപ്പിക്കുന്നതുവരെ പടയും പട്ടിണിയും പകർച്ചവ്യാധിയും അയച്ച് ഞാൻ ശിക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെയും പ്രശ്നക്കാരുടെയും സ്വപ്നക്കാരുടെയും ശകുനക്കാരുടെയും ക്ഷുദ്രക്കാരുടെയും വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ ദേശത്ത് നിന്ന് നിങ്ങളെ അകറ്റാനും ഞാൻ നിങ്ങളെ തുരത്തി നശിപ്പിക്കാനും ഇടയാകാത്ത നുണയാണ് അവർ പ്രവചിക്കുന്നത്. ബാബിലോൺ രാജാവിന്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയെ സ്വദേശത്ത് തന്നെ വസിക്കാൻ ഞാൻ അനുവദിക്കും. അവൻ അവിടെ കൃഷി ചെയ്ത് ജീവിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. യൂദ രാജാവായ സെദെക്കിയായോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ബാബിലോൺ രാജാവിന്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെയും അവന്റെ ജനത്തെയും സേവിച്ച് കൊണ്ട് ജീവിക്കുക. ബാബിലോൺ രാജാവിനെ സേവിക്കാത്ത ജനതകളെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തതുപോലെ നീയും നിന്റെ ജനവും വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് എന്തിന് മരിക്കണം? ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. അവർ പ്രവചിക്കുന്നത് നുണയാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ ആട്ടിയോടിക്കുന്നതിനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിക്കുന്നതിനും വേണ്ടിയാണ് എൻ്റെ നാമത്തിൽ അവർ വ്യാജം പ്രവചിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. പുരോഹിതന്മാരോടും ജനത്തോടും ഞാൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ബാബിലോണിൽ നിന്ന് ഉടനെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. അവർ നുണയാണ് പ്രവചിക്കുന്നത്. അവരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. ബാബിലോൺ രാജാവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുക. എന്തിന് ഈ നഗരം ശൂന്യമാകണം? അവർ പ്രവാചകന്മാരാണെങ്കിൽ കർത്താവിന്റെ വചനം അവരോടുകൂടെ ഉണ്ടെങ്കിൽ ദേവാലയത്തിലും യൂദ രാജാവിന്റെ കൊട്ടാരത്തിലും ജെറുസലേമിലും ഉള്ള ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ട് തിരികെ പോകാനിരിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിനോട് യാചിക്കട്ടെ. യൂദ രാജാവായ യഹോയാക്കിമിന്റെ പുത്രൻ യെക്കോണിയായെയും യൂദായിലെയും ജെറുസലേമിലെയും കുലീനരെയും ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വിട്ട സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ, പട്ടണത്തിൽ ശേഷിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അവിടുത്തെ ആലയത്തിലും യൂദ രാജാവിന്റെ കൊട്ടാരത്തിലും ജെറുസലേമിലും ശേഷിച്ചിട്ടുള്ള ഉപകരണങ്ങളെ കുറിച്ച് അരുളി ചെയ്യുന്നു. അവയെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. അവ സന്ദർശന ദിവസം വരെ അവ അവിടെ ആയിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ അവ തിരികെ കൊണ്ടുവന്ന്
ഈ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും.